അപ്പോൾ ഇങ്ങനെ ലിങ്കിങ് ലോഡറിൻ്റെ കേസിൽ പാസ് ലോഡിംഗ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? പാസ് 1 പാസ് 2 എന്ന് പറഞ്ഞിട്ട് 2 പാസ്സായിട്ടാണ് ചെയ്യുന്നത്. പാസ് 1-നകത്ത് പറഞ്ഞു എക്സ്റ്റേണൽ സിമ്പിൾസിൻ്റെയൊക്കെ അഡ്രസ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പാസ് 2-നകത്താണ് ആക്ച്വൽ എന്ത് ചെയ്യുന്നത്? ലിങ്കിങ്ങും അതുപോലെ റീലൊക്കേഷനും ലോഡിങ്ങും ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ കേസിലുള്ള എക്സാമ്പിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. നേരത്തെ നമ്മുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു? ദിസ് വൺ. 3 കൺട്രോൾ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ കേസിൽ ഈ ലോഡിങ് ഈ പറഞ്ഞ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ലോഡിങ് പെർഫോം ചെയ്യാം എന്നുള്ളത് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എ, പ്രോഗ്രാം ബി, പ്രോഗ്രാം സി എന്ന് പറഞ്ഞിട്ട് 3 കൺട്രോൾ സെക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പാസ് 1 കേസ് എടുക്കുക. പാസ് 1-ൻ്റെ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്യും? കൺട്രോൾ സെക്ഷൻ പ്രോഗ്രാം എ ഈ കൺട്രോൾ സെക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് അത് കൺസിഡർ ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഹെഡർ റെക്കോർഡ്, അതുപോലെ പിന്നെന്തായിരുന്നു ഈ ഡിഫൈൻ സിമ്പിൾസ്, അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം ജസ്റ്റ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓബ്ജക്റ്റ് ഫയൽ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഫയലാണല്ലോ ലോഡറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ അൽഗോരിതം നമ്മളെങ്ങനെ പറഞ്ഞിരുന്നത്? ഓരോ കൺട്രോൾ സെക്ഷൻ ആദ്യം പ്രോഗ്രാം ADDR. അസ്യൂം ദാറ്റ് പ്രോഗ്രാം ADDR വാല്യൂ ഈസ് 4000. ഇതാണ് നമ്മുടെ ES ടാബ് എന്ന് വിചാരിക്കുക. പ്രോഗ്രാം ADDRൻ്റെ കറൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ value of prog ADDR is equal to 4000 ആണ് അസ്യൂം ചെയ്യുക. ദെൻ CS, പിന്നെ അതിനകത്ത് വന്നിരുന്നത് എന്തായിരുന്നു? CS ADDR അല്ലേ? CS ADDR എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയബിൾ. CS ADDR. പിന്നെ നമുക്ക് CT ലെങ്ത് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുകൂടി ഉണ്ടായിരുന്നു അല്ലേ? CS ADDR, then another CSLTH എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. This value is 4000. പ്രോഗ്രാം ADDRൻ്റെ വാല്യൂ OS സപ്ലൈ ചെയ്ത് മെമ്മറിക്കകത്ത് ഇവിടെയാണ് ഫ്രീ മെമ്മറി അവൈലബിൾ എന്നുള്ള അസംഷനിൽ സപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റത്തെ ഓബ്ജക്റ്റ് ഫയൽ കൺട്രോൾ സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഇനീഷ്യലി എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞിരുന്നത് ആ കൺട്രോൾ സെക്ഷൻ്റെ നെയിം കൺസിഡർ ചെയ്യും. അതെടുത്തിട്ട് എന്ത് ചെയ്യും? ഈ ES ടാബിനകത്തോട്ട് എൻ്റർ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൺട്രോൾ സെക്ഷൻ്റെ നെയിം ഇവിടെ ഉണ്ട്, ഹെഡർ ഫയലിനകത്ത് ഉണ്ടായിരിക്കും. എന്താണ്? ഹെഡർ ഫയൽ റീഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും prog A എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത്. prog A ഈസ് ദി നെയിം ഓഫ് ദി പ്രോഗ്രാം. പിന്നെ ഇതതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ്. ദിസ് ഈസ് 63 ഈസ് ദി ലെങ്ത്. ഹെക്സാഡെസിമലാണ് അതെല്ലാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു CS-ADDR എന്നുള്ളത് എന്ത് ചെയ്യും, ഇതേ വാല്യൂ തന്നെ ആയിരിക്കും ഇനീഷ്യലി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ത് വരും, ഇതും 4000 എന്ന് വരും ഇനീഷ്യൽ കേസിൽ. ഓക്കെ, ഇനി കൺട്രോൾ സെക്ഷൻ്റെ പേര് ഇവിടെ പ്രോഗ് എ എന്നുള്ളത് എൻ്റർ ചെയ്യും. നമുക്ക് ബ്ലൂ എടുക്കാം, പ്രോഗ് എ. അതിൻ്റെ അഡ്രസ്സ് എന്നുള്ളത് എന്താണ്, അപ്പോൾ 4000 ആണ്. അതിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് നമുക്കതിൽ നിന്ന് കിട്ടി, എത്രയായിരുന്നു, 0063 എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കൺട്രോൾ സെക്ഷൻ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഓക്കെ, ഈ വേരിയബിളിനകത്ത് നമ്മളത് സെറ്റ് ചെയ്യണം. CSLTH എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിരുന്ന വാല്യൂ CS63 എന്നുള്ളതാണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ ചെയ്യുന്നത്, ആ കൺട്രോൾ സെക്ഷനകത്തുള്ള ഡിഫൈൻ റെക്കോർഡ്സിനെ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനകത്തുള്ള ഡിഫൈൻ റെക്കോർഡ്സ് ഏതൊക്കെയാണ്, ഈ ടെക്സ്റ്റ് റെക്കോർഡൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഡിഫൈൻ റെക്കോർഡ്സ് എടുക്കുന്നു. ഇത് ഒരു ഡിഫൈൻ റെക്കോർഡാണ്. ഈ ഡിഫൈൻ റെക്കോർഡ് ഡി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുകൊണ്ടാണ് നമ്മളതിന് ഡിഫൈൻ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, ഫസ്റ്റത്തെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ള സിമ്പിളാണ്. അപ്പോൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ള സിമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും, ES ടാബിനകത്തോട്ട് എൻ്റർ ചെയ്യണം. ഇതൊരു എക്സ്റ്റേണൽ സിമ്പിൾ, ഇതൊരു ഡെഫിനിഷനാണല്ലോ, എക്സ്റ്റേണൽ സിമ്പിൾ ഡെഫിനിഷനാണ്. അതിൻ്റെ അഡ്രസ്സ്, ഈ കൺട്രോൾ സെക്ഷനിലുള്ള അഡ്രസ്സ്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇതിൻ്റെ റിലേറ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്, 40 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നമ്മൾ ES ടാബിൽ ആഡ് ചെയ്യുമ്പോൾ 40 എന്നല്ല ആക്ച്വലി ചെയ്യേണ്ടത്. ഇത് നമ്മൾ 0-ൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അസംഷനിലാണ് ഇതിൻ്റെ 40 എന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഈ കൺട്രോൾ സെക്ഷൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്നുള്ളത് 4000 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലിസ്റ്റ് എയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 40 + 4000, അതായത് CS-ADDR പ്ലസ് ദിസ് റിലേറ്റീവ് അഡ്രസ് സ്പെസിഫൈഡ് വിത്തിൻ ദി റെക്കോർഡ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും, അപ്പോൾ സിമ്പിൾ നമുക്കിവിടെ ആഡ് ചെയ്യാം. എന്തായിരുന്നു സിമ്പിൾ, ഏതായിരുന്നു, ലിസ്റ്റ് എ എന്നല്ലായിരുന്നു സിമ്പിൾ, ലിസ്റ്റ് എ ലിസ്റ്റ് എ 40 എന്നായിരുന്നു അതിൻ്റെ അഡ്രസ്സ്. അപ്പോൾ നമുക്ക് ദാറ്റ് എന്താണ്, CS-ADDR പ്ലസ് ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അഡ്രസ്സ് 40 എന്നായിരുന്നു അതിൻ്റെ അഡ്രസ്സ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4040. അതായത് ഇത് CS-ADDR കറൻറ്റ് കൺട്രോൾ സെക്ഷൻ അഡ്രസ്സ് പ്ലസ് ആ സിമ്പിളിൻ്റെ ഡിഫൈൻ റെക്കോർഡിനകത്തുള്ള അഡ്രസ്സ്, അതാണ് ഇത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4040. അതാണ് ലിസ്റ്റ് എയുടെ കംപ്ലീറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം ADDR ഈസ് 4000. ഓക്കെ, ഇനി അതുപോലെ അടുത്ത എന്തായിരുന്നു സിമ്പിൾ, ഡിഫൈൻ റെക്കോർഡിനകത്ത് അടുത്ത സിമ്പിൾ എന്താ വരുന്നത്, NDA. ഈ NDAയുടെ കേസിൽ ദിസ് ഈസ് നെക്സ്റ്റ് സിമ്പിൾ വിത്തിൻ ദി D റെക്കോർഡ്. പേര് NDA എന്നാണ്. അതിൻ്റെ അഡ്രസ്സ്, റിലേറ്റീവ് അഡ്രസ്സ് എത്ര വരുന്നത്, 54 എന്നുള്ളതാണ്. ഓക്കെ, NDA 54. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, അതിൻ്റെ കംപ്ലീറ്റ് അഡ്രസ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, അപ്പം 4000 കൺട്രോൾ സെക്ഷൻ അഡ്രസ്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 53 എന്നല്ല പറഞ്ഞത് നമ്മൾ, 53 സോറി 54 ആയിരുന്നു അല്ലേ, NDA 54 ആണ് അതിൻ്റെ റിലേറ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 4054. അപ്പം NDA എന്നുള്ള സിമ്പിളിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, 4054 എന്നായി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഓരോ സിമ്പിളിൻ്റെയും അഡ്രസ്സുകൾ കണ്ടുപിടിക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈനൽ ലിങ്കിങ്ങും റീലൊക്കേഷനൊക്കെ ചെയ്യുന്നത്. അത് പാസ് 2-നകത്ത് ചെയ്യും. ഓക്കെ, now we can consider the next symbol within the
program A itself. So if we consider the object file for program A, okay, anyhow, we have considered the symbols list A and end A within the control section prog A. Okay, now we can consider the next control section. So within the algorithm, we know that we have to change the CS ADDR value with okay, so that will be we have to change the CS ADDR value. For that purpose, what we will do, we will add these two will be added, and that value will be updated here. Okay, ഇപ്പോൾ ഉള്ള കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത്ത് ഈ കൺട്രോൾ സെക്ഷൻ അഡ്രസ്സിൻ്റെ കൂടെ ആഡ് ചെയ്യും. സോ ദി ന്യൂ വാല്യൂ വിൽ ബിക്കം new value will become 40063. 4063, that will be the new value. And we have to consider the next control section, that is the program B, which are the symbols defined within the program B. This is the program B, and this is the object file corresponding to program B. So we will read the header record. Name is control section name is program B, and its address will be, now we have already computed, that value will be inserted within the symbol table. So prog B and whose address is this one, current control section address 4063, and length, what is the length of this control section, that we will get from the object file. What is the length here? The length is 7f. 7f is the length. So we can fill that value here, 007f. 7f is the length of the control section. Next, we have to consider each of the definitions D record within the program B. So first one is this one. This is our D record or defined record, starting with the D symbol. First symbol is list B. Relative address of list B within this control section is 60. Then end B, relative address is 70. Okay, so we will consider the list B first, whose relative address is 60. Okay, we can enter that into external symbol table. List B, list B യുടെ അഡ്രസ്, റിലേറ്റീവ് അഡ്രസ്സ് കൺട്രോൾ സെക്ഷനകത്ത്, അതായത് ബിക്കകത്തുള്ള റിലേറ്റീവ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഗ്രാം ബിക്കകത്തുള്ള റിലേറ്റീവ് അഡ്രസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, 60 എന്നാണ്, 60H. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കംപ്ലീറ്റ് അഡ്രസ്സ്, അതായത് ആക്ച്വൽ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ കൺട്രോൾ സെക്ഷൻ്റെ പ്രോഗ്രാം ബിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അത് എത്രയാണ് വരുന്നത്, 4063 ആണ്. ആക്ച്വൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത് 4063. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. ഇതൊക്കെ ഹെക്സാഡെസിമലാണ്. 6 + 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12ൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ആണ്. ദെൻ 40C3. So 40C3 is the address, actual address for 40C3.
that is the address corresponding to the list B. Okay. Consider the next symbol, that is NB. The relative address of NB is 70. Okay. So we have to enter NB, NB, NB. Relative address is 70, 70H, and the starting the control section address is 4063, 4063. So we have to add this control section address along with this relative address to obtain the actual address. So 3, this is 6 plus 7 is 13. Hexadecimal equivalent is D. Then 40H. So actual address corresponding to NDB is 40D3. Okay, 40D3. So that's about the symbols present within the program B. And all other records are T records, M records, etc. So after reaching this end, this is over. Then we need to add the control section length, current control section length with the CSADDR to obtain the next control section address. Okay. So the length of the anyhow this is changed. This was 7F. Previously this was 7F. We have not changed that. This was 7F, this value. Okay. So current control section length is 7F and CSADDR is 4063. So to obtain the next control section address, we have to add this value with this one to obtain new value. So what will be the new control section address? Okay. So the new control section address will be 4063 plus 7F, F plus 3. This will become F plus 1 10, F plus 2 11, F plus 3 12. Okay. So this will become 2 and 1 is there. So 6 plus 7, 13, 14. 14, what is the hexadecimal equivalent for 14? That will be E04. So this will be 40E2. 40E2. Okay, because these are hexadecimal values. So this value will become, new CSADDR value will become okay, 40E2. This will be the new control section address, and we will scan the next control section. This is the this is the object code corresponding to control section C, or the next control section within these control sections. Here the address is the name of the program is prog C, and length is 51. 51 is the length of the control section. So we can enter that into our external symbol table, prog C, then
the address will be 40E2 and the length is 0051. So this will be changed to 51. Okay. Then we have to scan each of the definition records within this object file or object code. So this is our define records. List C is one symbol, one global symbol that is defined here, and that can be accessed from other control sections. The address of the list C within this control section relative to the start of this control section is 30. So we can add that into our external symbol table. List C and address was for list C. What was the address? List C 30. Okay, 30. So 30. We have to add the current control section address, starting address of the current control section, that is 40E2, to get the actual address. So 2 E plus 3 will be 2 1, then 4. So this will be 4112. Sorry, okay, sorry, there is a small mistake. 4E2 plus this will become 2 E. Okay, E plus 3 will become here 1. This will be 1, not 2. Okay, so the actual address for list C will be 4112. 4112 will be the actual address. Similarly, consider the next symbol. Next symbol was end C. In the case of NC, how to compute the actual address? So this is our NC. Relative address of NC within this control section is 42. So we have to 42, and to compute the actual address, we have to add the starting address of the current control section, that is 40E2, then plus 4. This will become 4 plus E. This what will be this? This will become 2 1 4, 4124. So 4124. So this is the address corresponding to actual address for the symbol NC. Now we have scanned all the control sections, all the definitions or all the defined records within the all the control sections, and now the pass 1 is over. So we have the address corresponding to all the control section and also the length of each control section, then symbols defined within the address corresponding to each symbol defined within the each of these control sections. They have resolved now. This is actually the pass 1. This was our pass 1. That means begin, get program address from operating system, set CSADDR to program ADDR for the first control section, while not end of the input, do begin read next input record, that is header record for control section, set CSLTH to the control section length, search ES tab for control section name, if found then set error flag, that is duplicate external symbol, else enter control section name
into ES tab with the value of CSADDR and length. While record type not equal to end, do begin read next input record. If record type is equal to D, that is defined record, for each symbol within the defined record, do begin search ES tab for symbol name. If found, set error flag. That means duplicate external symbol. Else enter symbol into ES tab with value CSADDR plus indicator address. That we have done in our previous example. Then N4. So this will be done for all the defined records. അപ്പോൾ നമ്മൾ അതിനകത്ത് ആ കൺട്രോൾ സെക്ഷൻ്റെ എൻഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺസിഡർ ദി നെക്സ്റ്റ് കൺട്രോൾ സെക്ഷൻ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യും? ആഡ് കൺട്രോൾ സെക്ഷൻ ലെങ്ത് CSLTH to current value of CSADDR to obtain the starting address for the next control section. എന്നിട്ട് അതിൻ്റെ കേസിലും ഇതുപോലെ റിപ്പീറ്റ് ചെയ്യും. So after considering all the control sections, we will have ES tab with the external symbols resolved. We will get the actual address corresponding to each of the external symbol. അപ്പോൾ ഈ പാസ് 1 കഴിഞ്ഞിട്ടും നമുക്ക് ഏതെങ്കിലും എക്സ്റ്റേണൽ സിമ്പലിൻ്റെ വാല്യൂ റിസോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഇസ് ആൻ എറർ. ദാറ്റ് സിമ്പൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി പാസ് 1. നെക്സ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദി പാസ് 2. പാസ് 2-കകത്ത് എന്താ ചെയ്യുന്നത്? സെറ്റ് CSADDR to program ADDR, സെറ്റ് എക്സിക്യൂഷൻ അഡ്രസ് ടു പ്രോഗ്രാം ADDR. എക്സിക്യൂഷൻ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, മെമ്മറിക്കകത്തോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിനെ ആക്ച്വൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൾറെഡി നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഫയൽസൊക്കെ കിട്ടി. അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിനെ ലോഡ് ചെയ്യുന്നത്, ഈ ലോഡറൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് ഇറ്റ് ഈസ് ലോഡഡ് ഇൻ ടു മെമ്മറി, ദെൻ വി ഹാവ് ടു സ്റ്റാർട്ട് ദി എക്സിക്യൂഷൻ. അപ്പോൾ ആ എക്സിക്യൂഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? അത് അതായത് നമുക്ക് സി പ്രോഗ്രാമിൻ്റെ കേസിലൊക്കെയാണ് മെയിൻ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ അസംബ്ലി ലാംഗ്വേജിൻ്റെ കേസിൽ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നോർമൽ കേസിൽ എൻഡ് റെക്കോർഡിനകത്തായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ കൺട്രോൾ സെക്ഷൻസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എൻഡ് റെക്കോർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ചില കേസിൽ എക്സിക്യൂഷൻ അഡ്രസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, സെറ്റ് എക്സിക്യൂഷൻ അഡ്രസ് ടു പ്രോഗ്രാം ADDR. ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും എക്സിക്യൂഷൻ അഡ്രസ്സായിട്ട്. While not end of the input, do begin read next input record. പിന്നെ ഇതേ ഒബ്ജക്റ്റ് ഫയൽസിനെ വീണ്ടും എന്ത് ചെയ്യാണ്? സ്കാൻ ചെയ്യാണ്. റീഡ് നെക്സ്റ്റ് ഇൻപുട്ട് റെക്കോർഡ്, അതായത് ഹെഡർ റെക്കോർഡിനെ എടുക്കുന്നു. കൺട്രോൾ സെക്ഷൻ ലെങ്ത്ത് എന്താ പറയുക, കൺട്രോൾ സെക്ഷൻ ലെങ്ത്ത് ആയിട്ട് എടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യാണ്? ഓരോ ടെക്സ്റ്റ് റെക്കോർഡും മോഡിഫിക്കേഷൻ റെക്കോർഡ് മാത്രമാണ് പിന്നെ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ടെക്സ്റ്റ് റെക്കോർഡാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു കൺട്രോൾ സെക്ഷനകത്ത് ടെക്സ്റ്റ് റെക്കോർഡാണ് വരുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യും? ഒബ്ജക്റ്റ് കോഡ് ക്യാരക്ടർ ഫോമിലാണെങ്കിൽ ഇൻറ്റേർണൽ ബൈനറി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് ആ ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് ഒരു അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും എവിടെയാണ് ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു എന്താണ്, നമ്മൾ 0-ൽ ലോഡ് ചെയ്യുന്നുള്ള അസംഷനിൽ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ എന്ത് കൂടി ആഡ് ചെയ്യണം? കൺട്രോൾ സെക്ഷൻ അഡ്രസ്സ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന അഡ്രസ്സിലോട്ട് എന്ത് ചെയ്യുക? അതിനെ ലോഡ് ചെയ്യാം. അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക ഫോർ ഈച്ച് ടെക്സ്റ്റ് റെക്കോർഡ്. ഇനി മോഡിഫിക്കേഷൻ റെക്കോർഡാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ ആൾറെഡി നമ്മൾ ടെക്സ്റ്റ് റെക്കോർഡുകളൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് അഡ്രസ്സിനെ ഇനി മോഡിഫൈ ചെയ്യാണ്ടായിരിക്കും. കാരണം അസംബിൾ ചെയ്തപ്പോൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. ചില സിമ്പിൾസിൻ്റെ കേസിലൊക്കെ എത്രത്തോളം അവൈലബിൾ ആണോ അത്രത്തോളം നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു മോഡിഫിക്കേഷൻ റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെർച്ച് ES tab ഫോർ മോഡിഫൈയിങ് സിമ്പിൾ നെയിം. If found, add or subtract symbol value at location CSADDR plus specified address, else set error flag. അതായത് അൺഡിഫൈൻഡ് എക്സ്റ്റേണൽ സിമ്പിൾ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓരോ കൺട്രോൾ സെക്ഷൻ്റെ കേസിലും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇഫ് ആൻ അഡ്രസ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദി എൻഡ് റെക്കോർഡ്, അങ്ങനെയാണെങ്കിൽ എക്സിക്യൂഷൻ അഡ്രസ്സായിട്ട് അതിനെ സെറ്റ് ചെയ്യും. അവിടെയും നമ്മൾ CSADDR അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യും? കൺട്രോൾ സെക്ഷൻ ലെങ്ത്ത് കറണ്ട് CSADDRൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും ടു ഗെറ്റ് ദി അഡ്രസ് ഫോർ ദി നെക്സ്റ്റ് കൺട്രോൾ സെക്ഷൻ. അതിൽ ഇതേ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ കൺട്രോൾ സെക്ഷനും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ജംപ് ടു ദി ലൊക്കേഷൻ ഗിവൺ ബൈ ദി exec ADDR ടു സ്റ്റാർട്ട് എക്സിക്യൂഷൻ ഓഫ് ദി ലോഡഡ് പ്രോഗ്രാം. അപ്പോൾ അത്രയാണ് പാസ് 2. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ കേസിൽ പാസ് 2 എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. പാസ് 1 കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് എന്തായി? ES ടാബിനകത്ത് വാല്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി പാസ് 2 അതിൻ്റെ കേസിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഓക്കെ,
ഓക്കെ. ഓക്കെ, നമ്മളെ പ്രോഗ്രാം ADDR എന്നുള്ളത് 4000 തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെയാണ് OS തന്നതെന്ന് അസ്യൂം ചെയ്യുക. ഇനി ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കേസും കൂടി ഇവിടെ എഴുതാനുള്ളത്. എക്സിക്യൂട്ട് അഡ്രസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൂടിയുണ്ട്, exec ADDR. ഓക്കെ, അപ്പോൾ അതും കൂടി ഇവിടെ മെൻഷൻ ചെയ്യാം. exec ADDR exec ADDR. ഓക്കെ, exec ADDR ഇതാണെന്ന് വിചാരിക്കുക. അതിനകത്ത് നമ്മൾ അൽഗോരിതം അനുസരിച്ച് എന്താ പറഞ്ഞിരുന്നത്, ഇനീഷ്യലി ദാറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് ദി that will be set to the program ADDR. ബൈ ഡിഫോൾട്ട് ആയിട്ട് അത് ഈ വാല്യൂ തന്നെ പ്രോഗ്രാം ADDRൽ എന്താണ് വാല്യൂ ഉള്ളത് അതിവിടെ കൊടുക്കും. ഓക്കെ, so that value will be 4000 itself. 4000 അത് 4000 തന്നെ ആയിരിക്കും ഇനീഷ്യൽ കേസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത എന്താ ചെയ്യുന്നത്, ഓരോ കൺട്രോൾ സെക്ഷൻ ആയിട്ട് അതുപോലെ സെറ്റ് CSADDR ടു പ്രോഗ്രാം ADDR അതും സെറ്റ് ചെയ്ത് വെക്കണം. ഈ വാല്യൂ തന്നെ CSADDR ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പം അങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, റീഡ് നെക്സ്റ്റ് ഇൻപുട്ട് റെക്കോർഡ് ഫ്രം ദി അഡർ റെക്കോർഡ്. അപ്പോൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാം എവിടെയാണ്, ഫസ്റ്റ് ഒബ്ജക്റ്റ് ഫയൽ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഒബ്ജക്റ്റ് ഫയൽ, അതായത് പ്രോഗ്രാം എക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഫയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ദി പ്രോഗ്രാം. അപ്പോൾ ഇതിനകത്ത് സ്കാൻ ചെയ്യുമ്പോൾ ഹെഡർ റെക്കോർഡ് കൺസിഡർ ചെയ്യും. നേരത്തെ പോലെ തന്നെ ഹെഡർ റെക്കോർഡ് കൺസിഡർ ചെയ്തു. ദാറ്റ് ഈസ് പ്രോഗ്രാം എ. ദെൻ അതിൻ്റെ ലെങ്ത് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതായത് ലെങ്ത് ഇവിടെ നിന്ന് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിൽ ഗെറ്റ് ദാറ്റ് ഫ്രം ദി സിമ്പിൾ ടേബിൾ ES ടാബ് ആൾസോ. ഓക്കെ, ഇനി ഈ ഡിഫൈൻ റെക്കോർഡൊന്നും ഇപ്പോൾ നമുക്ക് ഇനി ആവശ്യമില്ല. ദാറ്റ് വി ആൾറെഡി ഹാവ് കൺസിഡേർഡ്. ദെൻ വി വിൽ കൺസിഡർ ദി ടെക്സ്റ്റ് റെക്കോർഡ്. ടെക്സ്റ്റ് റെക്കോർഡ് ആൻഡ് മോഡിഫിക്കേഷൻ റെക്കോർഡ്, അതാണ് മെയിനായിട്ട് പാസ് 2-നകത്ത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ടെക്സ്റ്റ് റെക്കോർഡാണ് എന്ത്, T002. ഈ 002 എന്നുള്ളത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദി ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് വേർ ടു ലോഡ് ദി ഒബ്ജക്റ്റ് കോഡ് വിത്തിൻ ദിസ് ടെക്സ്റ്റ് റെക്കോർഡ്. അപ്പോൾ ഇതാണ് അഡ്രസ് എന്ന് പറയുന്നത് 20 വരെ. ഈ 0A എന്നുള്ളത് എന്താണ്, ഹൗ മെനി ബൈറ്റ്സ് ആർ ദർ, അതാണ് 0A എന്നുള്ളത്. അപ്പോൾ ഇത്രയും ബൈറ്റ്സ് ഉണ്ട്, 1 2 3 4 അപ് ടു 10 ബൈറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവം എന്ത് ചെയ്യണം, ഇവിടെ ലോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു നമ്മൾ ഈ കൺട്രോൾ സെക്ഷൻ 0 ലോഡ് ചെയ്യുന്നുള്ള അസംഷനിലുള്ള അഡ്രസ്സാണിത്. അപ്പോൾ നമുക്ക് ഈ ലോഡ് അഡ്രസ്സും എന്ത് ചെയ്യേണ്ടി വരും, മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ അൽഗോരിതത്തിനകത്ത് എന്താ പറഞ്ഞത്, ഇതിൻ്റെ കൂടെ
ഈ കൺട്രോൾ സെക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ അഡ്രസ്സ് കിട്ടി. അങ്ങോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ടെക്സ്റ്റ് റെക്കോർഡിനകത്തുള്ള ബൈറ്റ്സ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് കോഡിനെ ലോഡ് ചെയ്യേണ്ടതെന്നർത്ഥം. അപ്പോൾ എ അത്രയും ഉണ്ട്, 0A അത്രയും റെക്കോർഡ്സ് അല്ലെങ്കിൽ അത്രയും ബൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കൺസിഡർ ചെയ്യാം, ഇതിനെ ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങോട്ടാണ് ലോഡ് ചെയ്യേണ്ടത്? ലോഡ് അഡ്രസ്സ് എന്ത് കിട്ടും? 20 പ്ലസ് എന്ത് ചെയ്യണം, കറണ്ട് CSADDR കൊടുക്കണം. അപ്പോൾ കറണ്ട് CSADDR എത്രയാണ്? 4000 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4000 പ്ലസ് 20. ഇതാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ട അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4020 നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ലോഡ് ദിസ് അവർ പ്രോഗ്രാം, എൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്മറി എന്ന് അസ്യൂം ചെയ്യുക. ഈ മെമ്മറി ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, 40 എന്നാണ് ഫസ്റ്റ് ബൈറ്റ്. ഇത് അങ്ങനെ 16 ബൈറ്റ് ഉണ്ട് ഇവിടെ. അടുത്ത 16 ബൈറ്റ് ഇവിടെ വരും, അടുത്ത 16 ബൈറ്റ്, അങ്ങനെ 16 ബൈറ്റ് ഇങ്ങനെ ഒരു റോക്കകത്തുണ്ടെന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആണ്. ഇത് 401 വരും, 4002, 4003 അങ്ങനെ വരും. അതായത് ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ലാസ്റ്റത്തിൻ്റെ അഡ്രസ്സ് എന്ത് വരും, അഡ്രസ്സ് 400F എന്ന് വരും. അങ്ങനെ നമ്മൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെ കൊടുത്തിട്ടുണ്ട്.